മോഡൽ IT പരീക്ഷ 2025 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് പരിശോധിക്കുന്നത്. സമ്പൂർണ്ണയിൽ HM ലോഗിനിൽ പ്രവേശിച്ചതിന് ശേഷം ഇവിടെ മോഡൽ IT എക്സാം 2025 എന്ന ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഇവിടെ നിന്നും മോഡൽ IT എക്സാമിനേഷൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ പാസ്വേഡ് കാണാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയും ഇതിൻ്റെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ലഭ്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഇനി ഇത് ഇൻസ്റ്റലേഷനിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ്സിലേക്ക് ഡൗൺലോഡായി വരുന്നു. നമുക്കിവിടെ കാണാം മോഡൽ 2025 എന്ന ഒരു ഫയൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഫയൽ എവിടെയാണ് എന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ ഷോ ഇൻ ഫോൾഡർ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മിക്കവാറും ഡൗൺലോഡ്സിലേക്കാണ് വരുന്നത്. ഡൗൺലോഡ്സിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മോഡൽ 2025 .zip എന്നൊരു ഫയൽ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു അതേ പേരിൽ തന്നെ മറ്റൊരു ഫോൾഡർ ലഭ്യമായിട്ടുണ്ട്. ഞാൻ ഒരു ഫോൾഡർ തുറന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ IT പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. ഇതിൽ തിയറി, പ്രാക്ടിക്കൽ, അത് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു PDF അവിടെ ലഭ്യമാണ്. അതുപോലെ ഒരു യൂസർ ഗൈഡ് ഇതിലുണ്ടാകും. യൂസർ ഗൈഡിൽ ഓരോ സ്റ്റെപ്പുകളും പരീക്ഷയിൽ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് തുടങ്ങിയ സ്റ്റെപ്പുകളും അതുപോലെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് പ്രത്യേക ശ്രദ്ധിക്കുക എന്ന് പറയുന്ന മറ്റൊരു PDF കാണുന്നുണ്ട്. ഇതിൽ ഇപ്രാവശ്യം LibreOffice ബേസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്ന് പറയുന്ന ഒരു റീഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യവും മറ്റും പറയുന്നുണ്ട്. ഈ ഒരു 3 PDFകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ 3 ഫോമുകളുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഫോമുകളാണ്. ഇനി പരീക്ഷ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി മോഡൽ IT എക്സാം 2025 എന്ന ഈ ഒരു ഫോൾഡറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ install.sh എന്നൊരു ഫയൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. .sh എന്നുള്ളതിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫയൽ. ഇതിൽ പെർമിഷൻ ഉണ്ടോ എന്നൊന്ന് ആദ്യം പരിശോധിക്കുന്ന ഒന്നായിരിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പെർമിഷൻ എന്നതിന് താഴെ ടിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക. മിക്കവാറും എല്ലാം തന്നെ പെർമിഷൻ ഉണ്ടായേക്കും. എങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റലേഷനിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് സിസ്റ്റത്തിൻ്റെ പാസ്വേഡാണ് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുന്നത് ഇവിടെ കാണാൻ കഴിയില്ല എങ്കിൽ നമുക്കത് എൻ്റർ ചെയ്യാം. ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ കാണാൻ കഴിയുന്നില്ല. എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ ഒരു ഇൻസ്റ്റലേഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അങ്ങനെ ഇൻസ്റ്റലേഷന് ശേഷം ഒരു പാസ്വേഡ് ചോദിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി കയറുന്ന യൂസറിൻ്റെ പാസ്വേഡാണ്. അപ്പോൾ പ്രത്യേകമായൊരു യൂസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി വരും. അതിൻ്റെ യൂസറാണ്, ആ യൂസറിൻ്റെ പാസ്വേഡാണ് ഇവിടെ നൽകേണ്ടത്. ഓർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പാസ്വേഡ് നൽകുന്നു. അങ്ങനെ പാസ്വേഡ് നൽകിയതിന് ശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സിസ്റ്റത്തിൽ പരീക്ഷ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ യൂസറിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ആ യൂസറിൽ പ്രവേശിച്ചതിന് ശേഷമാണ് പരീക്ഷയുടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഈ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ പുതിയ യൂസറിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കിവിടെ കാണാം പുതിയ ഒരു യൂസർ ഉണ്ടായി വന്നിട്ടുണ്ട്. മോഡൽ IT എക്സാം 2025 എന്നുള്ള ഒരു യൂസർ ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ യൂസറിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ചില സമയങ്ങളിൽ ഇവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു വൈറ്റ് സ്പേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വൈറ്റ് ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ഇത് നോൺ ഫ്ലാഷ് ബാക്ക് മെറ്റാസിറ്റി ആണ് എന്ന് ഉറപ്പ് വരുത്തി ഒന്ന് ബാക്ക് അടിക്കുക. ഇപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് അടിക്കാനുള്ളൊരു ഭാഗം ലഭിച്ചിട്ടുണ്ട്. നമുക്കവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാം. പരീക്ഷയ്ക്കുള്ള യൂസറിൽ പ്രവേശിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻസിൽ നിന്നും
ആക്സസറീസിൽ മോഡൽ IT എക്സാമിനേഷൻ 2025 എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നു. നമ്മളിപ്പോൾ നൽകിയ പാസ്വേഡ് കൊടുക്കാം. ആ യൂസറിന് വേണ്ടി തയ്യാറാക്കിയ ആ ഒരു ആ പാസ്വേഡാണ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ പാസ്വേഡ് കൊടുത്തിട്ട് അല്പസമയം വെയിറ്റ് ചെയ്യുമ്പോൾ SSLC IT മോഡൽ എക്സാമിനേഷൻ 2024-25 എന്ന ഒരു പേജിലേക്ക് വരുന്നു. ഇവിടെ 2 ഓപ്ഷനാണ് ലഭ്യമായിട്ടുള്ളത്, ചീഫിൻ്റേതും അതുപോലെ ഇൻവിജിലേറ്ററിൻ്റേതും. ആദ്യമായി പ്രവേശിക്കേണ്ടത് ചീഫിൻ്റെ ലോഗിനിലാണ്. അപ്പോൾ അവിടെ യൂസർ നെയിമും പാസ്വേഡും നൽകി പ്രവേശിക്കും. ലോഗിൻ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസാണ് കാണാൻ കഴിയുന്നത്. രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ്, ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ്, ക്യാൻസൽ എന്നിങ്ങനെ 3 ഓപ്ഷൻസാണ്. ഇതിൽ ഒന്നാമത്തെ സിസ്റ്റം നമ്പർ 1, ഓരോ സിസ്റ്റത്തിനും നമ്മളിങ്ങനെ നമ്പർ നൽകണം. ഇതിൽ ഒന്നാമത്തെ സിസ്റ്ററിനെ സെർവർ ആയി പരിഗണിച്ചുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷകളൊന്നും ചെയ്യാറില്ല. മറ്റ് സിസ്റ്റങ്ങളിൽ പരീക്ഷ ചെയ്യുകയും ഇതിലേക്ക് ഡീറ്റെയിൽസ് എൻ്റെ റിസൾട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ലാപ്ടോപ്പ് ക്രമീകരിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ലാപ്ടോപ്പിൽ, അതായത് സെർവറിലായിട്ട് നമ്മൾ കരുതുന്ന ആ ലാപ്പിൽ മാത്രമാണ് രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് ചെയ്യേണ്ടി വരിക. ബാക്കി എല്ലാ ലാപ്ടോപ്പുകളിലും ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് വഴി നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഫയൽ ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് വഴി മറ്റ് സിസ്റ്റങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ സിസ്റ്റത്തിൽ മാത്രമാണ് നമുക്ക് ഈ രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ID 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഈ നമ്പർ കൊടുക്കുന്നത് കൃത്യമായി തെറ്റാതെ, ആവർത്തിച്ച് വരാതെ കൃത്യമായി തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ ഫ്രം ടു ഇങ്ങനെ 2 കോളങ്ങൾ കാണാം. നമ്മൾ ഓരോ ഡിവിഷനിലെയും കുട്ടികളുടെ എണ്ണം കൃത്യമായി അത് എടുത്ത് എഴുതി വെച്ചതിന് ശേഷം ചെയ്യുന്നതാണ് തെറ്റാതിരിക്കാൻ നല്ലത്. ഇപ്പോൾ 10A ക്ലാസ്സിൽ 44 കുട്ടികളാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന നമ്പർ ഇങ്ങനെയാണ്: 990101 മുതൽ 9901. 44 കുട്ടികളാണ് ഒന്നാമത്തെ ഡിവിഷനുള്ളത്. അതുകൊണ്ട് 44 എന്ന് നൽകി സേവ് ചെയ്യുന്നു. ഇനി അടുത്ത ഡിവിഷനിൽ നമ്പർ കൊടുക്കുമ്പോൾ 9902 01 99 എല്ലാവർക്കും കോമൺ ആയിട്ട് വരും. പിന്നീട് വരുന്ന 02 എന്ന് പറയുന്ന രണ്ടാമത്തെ ഡിവിഷൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനുശേഷം അവിടുത്തെ ടോട്ടൽ റോൾ നമ്പർ 45 ആണ്. അപ്പോൾ 45 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. അടുത്ത ഡിവിഷൻ 990301. മൂന്നാമത്തെ ഡിവിഷനിൽ 43 കുട്ടികളാണുള്ളത്. ഈ ക്രമത്തിൽ എല്ലാ ഡിവിഷനിലെയും കുട്ടികളുടെ എണ്ണം കൃത്യമായി ശ്രദ്ധയോടെ ചേർക്കേണ്ടതാണ്. ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്തതായി കൊടുക്കേണ്ടത് ഇൻവിജിലേറ്റേഴ്സിൻ്റെ പേരാണ്. പരീക്ഷ നടത്തേണ്ട ഇൻവിജിലേറ്റേഴ്സിൻ്റെ പേരും ഡെസിഗ്നേഷൻ, സ്കൂൾ നെയിം, യൂസർ നെയിം, പാസ്വേഡ്. യൂസർ നെയിം പാസ്വേഡും എല്ലാം തന്നെ ചെറിയ അക്ഷരങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഒരു 2-3 ഡിജിറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫോൺ നമ്പർ നൽകി എത്ര ടീച്ചേഴ്സാണോ നിൽക്കുന്നത് അത്രയും ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകി സേവ് ചെയ്യുക. ഇതിൻ്റെ പേര് നൽകിയതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണം രജിസ്റ്റർ ചെയ്തു, അതുപോലെ അധ്യാപകരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു. ഇനി ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിതിൽ നിന്നും ഇനി ഒരു സ്കൂൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ നിന്നും എക്സ്പോർട്ട് സ്കൂൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് _മോഡൽ രജിസ്ട്രേഷൻ എന്ന പേര് നൽകി സേവ് ചെയ്യുക. നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കൊന്ന് സേവ് ചെയ്യാം. സെർവറിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ മറ്റെല്ലാ ലാപ്ടോപ്പുകളിലും ആ ഒരു പരീക്ഷാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മളിപ്പോൾ ഇവിടെ നിന്നെടുത്ത ഈ മോഡൽ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഫയലും കോപ്പി ചെയ്യണം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് മറ്റ് സിസ്റ്റത്തിലേക്ക് ചെയ്യേണ്ടത്. ഈ പരീക്ഷയുടെ സോഫ്റ്റ്വെയറും കോപ്പി ചെയ്യണം, അതുപോലെ അതോടൊപ്പം ഈ രജിസ്ട്രേഷനും കോപ്പി ചെയ്യുക.
ക്രമീകരണങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ലാപ്ടോപ്പുകളിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മോഡൽ 2025 സിപ്പ് ഫയലും തന്നെ വേണം കോപ്പി ചെയ്യേണ്ടത്. അതിനുശേഷം അത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എപ്പോഴും എളുപ്പം. ഇപ്പോൾ ഈ മോഡൽ 2025 അടുത്ത ഒരു ലാപ്ടോപ്പിലേക്കും കോപ്പി ചെയ്യുന്നു. അതേപോലെ നമ്മൾ സെർവറിൽ ചെയ്ത രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതും കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ലാപ്ടോപ്പിലും ഈ ഒരു ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. install.sh ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ലാപ്ടോപ്പിലും നമ്മളെ ആ ഒരു പരീക്ഷാ സോഫ്റ്റ്വെയറിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇവിടെയും ചീഫ് ആയി തന്നെ വേണം ഇവിടെയും പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഓരോ ലാപ്ടോപ്പുകളിലും ആദ്യഘട്ടത്തിൽ ചീഫായി തന്നെ പ്രവേശിച്ച് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നൽകുക. നമ്മുടെ സമ്പൂർണ്ണയിൽ നിന്ന് ലഭിച്ച ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ സെർവറായി സങ്കല്പിച്ച ആ ഒന്നാമത്തെ ലാപ്ടോപ്പിൽ രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് ആണ് ചെയ്തതെങ്കിൽ ഇനി മുതലുള്ള എല്ലാ ലാപ്ടോപ്പുകളിലും ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പരീക്ഷ ഈ ഒരു സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു യൂസറിൻ്റെ ഹോമിലേക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒന്നാമത്തെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പരീക്ഷാ സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സിസ്റ്റം 2 ആയതുകൊണ്ട് ലാപ്ടോപ്പിന് 2 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ സേവ് ചെയ്ത ഫയൽ നമുക്കിവിടെ കാണാം. ഹോമിൽ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ ഒരു രജിസ്ട്രേഷൻ ഫയലുണ്ട്. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഈ ഒരു സിസ്റ്റവും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ലാപ്ടോപ്പുകളിലും പരീക്ഷ ഇൻസ്റ്റാൾ ചെയ്ത് ഇമ്പോർട്ട് സ്കൂൾ ഡീറ്റെയിൽസ് വഴി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളും ഓരോ ലാപ്ടോപ്പുകളും പരീക്ഷയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ട്.